ജീവിതമാർഗം അഗ്നി കവർന്നവർക്ക് കൈത്താങ്ങായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി. വണ്ടിപ്പെരിയാറിൽ വ്യാപാര സ്ഥാപനങ്ങൾ കത്തി നശിച്ചവർക്ക് പുനരധിവാസവും ധനസഹായവും വിതരണം ചെയ്തു. ജനുവരി 11-ന് വെളുപ്പിനായിരുന്നു വണ്ടിപ്പെരിയാറിൽ 8ഓളം വ്യാപാര സ്ഥാപനങ്ങൾ കത്തി നശിച്ചത്. ഇതോടെ തങ്ങളുടെ ഒരു ആയുസിന്റെ അധ്വാനം അഗ്നി കവർന്നതോടെ വ്യാപാരികൾ ജീവിതമാർഗം നഷ്ടപ്പെട്ട് ഇനി എന്തെന്ന് പകച്ചു നിൽക്കവെയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇവരെ ചേർത്ത് പിടിച്ചത്. അഗ്നിബാധയിൽ എല്ലാം നഷ്ടപ്പെട്ട വ്യാപാരികൾക്കായുള്ള പുനരധിവാസ പദ്ധതിയുടെയും ധനസഹായ വിതരണത്തിന്റെയും ഉദ്ഘാടനമാണ് നടന്നത്. വണ്ടിപ്പെരിയാർ വ്യാപാര ഭവനിൽ നിന്നും പ്രതിസന്ധികളിൽ തങ്ങൾ ഒറ്റക്കെട്ടെന്ന മുദ്രാവാക്യങ്ങളോടുകൂടിയ പ്രകടനത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. തുടർന്ന് ജീവിതമാർഗം എരിഞ്ഞടങ്ങിയ സ്ഥലത്തു തന്നെ തയ്യാറാക്കിയ വേദിയിൽ നടന്ന പരിപാടികളുടെ ഉദ്ഘാടന യോഗത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വണ്ടിപ്പെരിയാർ യൂണിറ്റ് പ്രസിഡന്റ് എസ് അൻപുരാജ് അധ്യക്ഷനായിരുന്നു. ജില്ലാ ജനറൽ സെക്രട്ടറി ഹാജി നജീബ് ഇല്ലത്തുപറമ്പിൽ സ്വാഗതം ആശംസിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര പുനരധിവാസ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. രാജ്യത്തെ നിയമം നമ്മുടെ സംരംഭകർക്ക് ഒരു സഹായവും ചെയ്യാൻ നിയമവിദഗ്ധം ആലോചിക്കണം. ഈ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വ്യാപരിച്ച വഴി അവർക്ക് 1 ലക്ഷം രൂപയുടെ പർച്ചേസ് സെയിൽ നടത്തുമ്പോൾ പരമാവധി 2000-3000 ലഭിക്കുമെങ്കിൽ സർക്കാരുകളുടെ ഖജനാവിലേക്ക് 5000 മുതൽ 28000 രൂപ വരെ അനുഷ്ഠിച്ചു. അത്രയും വലിയ തുക സർക്കാരിന് കിട്ടുകയും അങ്ങനെ സർക്കാരിന്റെ ഖജനാവിനെ വളർത്തുവാൻ വേണ്ടിയാണ് സത്യത്തിൽ കച്ചവടക്കാരുടെ കഷ്ടപ്പെടുന്നത് മുഴുവൻ. എന്നാൽ നിയമത്തിൽ പറയുന്നത് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ കന്നുകാലികൾക്ക് പോലും സർക്കാർ സഹായം കിട്ടും. സംരംഭകരായ കച്ചവടക്കാർക്ക് ഒരു സഹായവും നിയമത്തിലില്ല എന്നാണ് ഗവൺമെന്റ് പറയുന്നത്. എന്ത് നിയമമാണ്? 1947 നമ്മുടെ രാജ്യത്തിലെ ജനസംഖ്യ 25 കോടിയാണ്. അന്ന് രാജ്യത്ത് വാങ്ങശേഷി ജനത്തിനില്ല. അത്യാവശ്യം ഭക്ഷണ സാധനങ്ങൾ മാത്രമായിരുന്നു വിൽപ്പന ഉണ്ടായിരുന്നത്. അത് പലരും 1-2 നേരം മാത്രം കഴിക്കുകയും അവ വലിയ യജമാനന്മാരുടെ കീഴിൽ കൃഷി ചെയ്ത് അവരുടെ കൂലിപ്പണി ചെയ്ത് അവിടുന്ന് കിട്ടുന്ന കഞ്ഞിയും മറ്റും കുടിച്ചു കിടക്കുന്ന കാലത്ത് ഒരു കാരണവശാലും സംരംഭകർ എന്നുള്ള മേഖല വളരെ ചെറുതായിരുന്നു. തുടർന്ന് അഗ്നിബാധയിൽ എല്ലാം നഷ്ടപ്പെട്ട വ്യാപാരികൾക്ക് KVVS സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും വണ്ടിപ്പെരിയാർ യൂണിറ്റും സമാഹരിച്ച ധനസഹായ തുകകൾ കൈമാറി. തുടർന്ന് പുനരധിവസിക്കപ്പെട്ട വ്യാപാര സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനം പീരുമേട് MLA വാഴൂർ സോമൻ നിർവഹിച്ചു. അഗ്നിബാധയിൽ എല്ലാം നഷ്ടപ്പെട്ട വ്യാപാരികൾക്ക് MLA തന്റെ വ്യക്തിഗത ധനസഹായ തുക കൈമാറി. വ്യാപാരികൾക്ക് കൈത്താങ്ങാവുന്നതിനായി വണ്ടിപ്പെരിയാറിൽ നിന്നും ഏറ്റവും കൂടുതൽ ധനസഹായ സംഭരണം നടത്തിയ വ്യക്തികളെ ചടങ്ങിൽ ആദരിച്ചു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ചൻ നീറാണക്കുതൽ, KVVS ജില്ലാ പ്രസിഡന്റ് സണ്ണി പയ്യമ്പള്ളി, ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് KR വിനോദ്, ജില്ലാ ഓർഗനൈസർ CB കൊച്ചുവെള്ളാട്ട്, പീരുമേട് മണ്ഡലം പ്രസിഡന്റ് ജെയിംസ് മുള്ളൂർ, വണ്ടിപ്പെരിയാർ യൂണിറ്റ് ട്രഷറർ ഹാജി S ഉമ്മർ ഫാറൂഖ്, യൂത്ത് വിംഗ് ഭാരവാഹികൾ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു.